ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ, ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. യഹൂദ തന്റെ സഹോദരനായ ശിമെയോനോട്, എൻ്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോട് കൂടെ പോരണം. നിന്റെ അവകാശ ദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാം എന്ന് പറഞ്ഞു. ശിമിയോൻ അവനോട് കൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു. യഹോവ കനാന്യരെയും പെരിസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബേസെക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. ബേസെക്കിൽ വെച്ച് അവർ അദോനി ബേസെക്കിനെ കണ്ടു. അവനോട് യുദ്ധം ചെയ്ത് കനാന്യരെയും പെരിസ്യരെയും സംഹരിച്ചു. എന്നാൽ അദോനി ബേസെക്ക് ഓടിപ്പോയി. അവർ അവനെ പിന്തുടർന്നു, പിടിച്ച് അവൻ്റെ കൈകാലുകളിൽ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എൻ്റെ മേശയിൽ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തൻ്റെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നുവെന്ന് അദോനി ബേസെക്ക് പറഞ്ഞു. അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവൻ മരിച്ചു. യഹൂദ മക്കൾ യെരൂശലേമിൻ്റെ നേരെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു. അതിനുശേഷം യഹൂദ മക്കൾ മലനാട്ടിലും തെക്കേ ദേശത്തിലും താഴ്വീതിയിലും പാർത്തിരുന്ന കനാന്യരുടെ യുദ്ധം ചെയ്യുവാൻ പോയി. യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു. ഹെബ്രോന് പണ്ട് കിര്യത്ത്-അർബ എന്നു പേർ. അവർ ശേഷായി, അഹീമാൻ, തൽമായി എന്നിവരെ സംഹരിച്ചു. അവിടെ നിന്ന് അവർ ദെബീർ നിവാസികളുടെ നേരെ ചെന്നു. ദെബീരിന് പണ്ട് കിര്യത്ത്-സേഫർ എന്നു പേർ. അപ്പോൾ കാലേബ്, കിര്യത്ത്-സേഫർ ജയിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്ന് പറഞ്ഞു. കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒദ്നിയേൽ അത് പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നപ്പോൾ തൻ്റെ അപ്പനോട് ഒരു വയൽ ചോദിക്കുവാൻ അവനോട് പ്രോത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. അവൾ അവനോട്, ഒരനുഗ്രഹം എനിക്ക് തരണമേ. നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത്. നീരുറവുകളും എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകൾ കൊടുത്തു. മോശയുടെ അളിയനായ കേന്യന്റെ മക്കൾ യഹൂദ മക്കളോടുകൂടെ ഈന്തപ്പട്ടണത്തിൽ നിന്ന് അരാദിന് തെക്കുള്ള യഹൂദ മരുഭൂമിയിലേക്ക് പോയി. അവർ ചെന്ന് ജനത്തോടു കൂടെ പാർത്തു. പിന്നെ യഹൂദ തൻ്റെ സഹോദരനായ ശിമെയോനോട് കൂടെ പോയി. അവർ സെഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വെട്ടി അതിനെ നിർമൂലമാക്കി. ആ പട്ടണത്തിന് ഹോർമ എന്നു പേരിട്ടു. യഹൂദ ഗസ്സയും അതിൻ്റെ അതിർനാടും, അക്സ്കലോനും അതിൻ്റെ അതിർനാടും, എക്രോനും അതിൻ്റെ അതിർനാടും പിടിച്ചു. യഹോവ യഹൂദയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മലനാട് കൈവശമാക്കി. എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. മോശ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു. അവൻ അവിടെ നിന്ന് അനാക്കിന്റെ 3 പുത്രന്മാരെ നീക്കിക്കളഞ്ഞു. ബെന്യാമീൻ മക്കൾ യെരൂശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. യെബൂസ്യർ ഇന്ന് വരെ ബെന്യാമീൻ മക്കളോട് കൂടെ യെരൂശലേമിൽ പാർത്തു വരുന്നു. യോസെഫിന്റെ ഗൃഹം ബേഥേലിലേക്ക് കയറി ചെന്നു. യഹോവ അവരോട് കൂടെ ഉണ്ടായിരുന്നു. യോസെഫിന്റെ ഗൃഹം ബേഥേൽ ഒറ്റുനോക്കുവാൻ ആളയച്ചു. ആ പട്ടണത്തിന് മുമ്പേ ലൂസ് എന്നു പേരായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുത്തനെ ഒറ്റുകാർ കണ്ട് അവനോട്, പട്ടണത്തിൽ കടക്കുവാൻ ഒരു വഴി കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യും എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിൽ കടക്കുവാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു. ആ മനുഷ്യനെയും അവൻ്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു. അവൻ ഹിത്യരുടെ ദേശത്ത് ചെന്ന് ഒരു പട്ടണം പണിത് അതിന് ലൂസ് എന്ന് പേരിട്ടു. അതിനിന്ന് വരെ അതുതന്നെ പേർ. മനശ്ശെ ബേത്ത്ശെയാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, താനാക്കിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, തൂരിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, ഇബ്ളയാമിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, മെഗിദ്ദോവിലും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തു തന്നെ പാർക്കുവാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിച്ചു. എഫ്രയീം ഗേസറിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല.
കനാന്യർ ഗേസരിൽ അവരുടെ ഇടയിൽ പാർത്തു. സെബൂലൂൻ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഊഴിയവേലക്കാരായി തീർന്ന് അവരുടെ ഇടയിൽ പാർത്തു. ആശേർ അക്കോവിലും സീദോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീക്കിലും രഹൂബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. അവരെ നീക്കിക്കളയാതെ അശേര്യർ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. നഫ്താലി ബേത്ത്ശെമയിലും ബേത്ത് അനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. എന്നാൽ ബേത്ത്ശെമയിലും ബേത്ത് അനാത്തിലും നിവാസികൾ അവർക്ക് ഊഴിയ വേലക്കാരായി തീർന്നു. അമോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറക്കുവാൻ അവരെ സമ്മതിച്ചതുമില്ല. അങ്ങനെ അമോര്യർക്ക് ഹർഹേരസിലും അയാലൂനിലും ഷാൽബീമിലും പാർക്കുവാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ യോസേഫിന്റെ ഗ്രഹത്തിനും ബലം കൂടിയപ്പോൾ അവരെ ഊഴിയ വേലക്കാരാക്കി തീർന്നു. അമോര്യരുടെ അതിർ അക്രബീം കയറ്റവും സേലയും മുതൽ മേലോട്ടുണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്നു പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കണിയായും ഇരിക്കും എന്ന് ഞാൻ പറയുന്നു. യഹോവയുടെ ദൂതൻ ഈ വചനം എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞപ്പോൾ ജനമുച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്തിന് ബോഖീം, കരയുന്നവർ എന്ന് പേരിട്ടു. അവിടെ യഹോവയ്ക്ക് യാഗം കഴിച്ചു. എന്നാൽ യോശുവ ജനത്തെ പറഞ്ഞയച്ചു. ഇസ്രായേൽ മക്കൾ ദേശം കൈവശമാക്കുവാൻ ഓരോരുത്തൻ താന്താന്റെ അവകാശത്തിലേക്ക് പോയി. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരിക്കുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. എന്നാൽ യഹോവയുടെ ദാസനായ നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രയീം പർവ്വതത്തിലെ തിമ്നാത്ത് ഹേരസിൽ ഗായിഷ് മലയുടെ വടക്കുവശത്ത് അവന്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു. അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു. യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു. ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല. യഹോവ അരുളി ചെയ്തതുപോലെയും യഹോവ അവരോട് സത്യം ചെയ്തിരുന്നത് പോലെയും യഹോവയുടെ കൈ അവർ ചെന്നിടത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടമുണ്ടാകുകയും ചെയ്തു. എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യ ദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ചു. തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു. അവർ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ചു നടന്നതുപോലെ നടന്നതുമില്ല. യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോട് കൂടെയിരുന്ന് അവന്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. തങ്ങളെ ഉപദ്രവിച്ചു പീഡിപ്പിക്കുന്നവരുടെ നിമിത്തം ഉള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സലിവ് തോന്നും. എന്നാൽ ആ ന്യായാധിപൻ മരിച്ച ശേഷം അവർ തിരിഞ്ഞ് അന്യ ദൈവങ്ങളെ ചെന്ന് സേവിച്ചും നമസ്കരിച്ചും കൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം വഷളത്വം പ്രവർത്തിക്കും. അവർ തങ്ങളുടെ പ്രവൃത്തികളും ദുഷാഠ്യ നടപ്പും വിടാതിരിക്കും. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. ഈ ജാതി അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം ലംഘിച്ച് എൻ്റെ വാക്കു കേൾക്കായകയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ചു നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടതിന് ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ജാതികളിൽ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകിയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ യഹോവ ആ ജാതികളെ
വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. ഫിലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീദോന്യരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹമാത്തിലേക്ക് പ്രവേശനം വരെ ലെബാനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ. മോശെ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിയുവാൻ ആയിരുന്നു ഇവരെ വെച്ചിരുന്നത്. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു. അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമിയയിലെ ഒരു രാജാവായ കൂഷൻ നിഷാദയീമിന് വിറ്റുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ കൂഷൻ റിഥാമയിനെ 8 സംവത്സരം സേവിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവൻ അവരെ രക്ഷിച്ചു. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഇസ്രായേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാരെ യഹോവ മെസൊപ്പൊത്താമിയയിലെ രാജാവായ കൂഷൻ റിഷാദയീമിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ കൂഷൻ റിഷാദയീമിനെ ജയിച്ചു. ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥത ഉണ്ടായി. കെനസിന്റെ മകനായ ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുകൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി. അവൻ അമ്മോന്യരെയും അമാലേക്കരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചു. അവർ ഈന്തപ്പട്ടണങ്ങളും കൈവശമാക്കി. അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമീനായ ഗേറയുടെ മകനായ ഇടങ്കയ്യനായ ഏഫൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവന്റെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. എന്നാൽ ഏഹൂദ് ഇരുവായ്ത്തലയും 1 മുഴം നീളവുമുള്ള ഒരു ചുരിക ഉണ്ടാക്കി അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടയ്ക്ക് കെട്ടി. അവൻ മോവാബ് രാജാവായ എഗ്ലോന്റെ അടുക്കൽ കാഴ്ച കൊണ്ടുവന്നു. എഗ്ലോൻ ഏറ്റവും സ്ഥൂലിച്ചവൻ ആയിരുന്നു. കാഴ്ച വെച്ചു കഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നുകൊണ്ട് വന്നവരെ അവൻ അയച്ചു കളഞ്ഞു. എന്നാൽ അവൻ ഗിൽഗാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്ന്, രാജാവ്, എനിക്കൊരു സ്വകാര്യം ഉണ്ട് എന്ന് പറഞ്ഞു. ക്ഷമിക്ക എന്ന് അവൻ പറഞ്ഞു. ഉടനെ അടുക്കിൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ടു പുറത്തുപോയി. ഏഹൂദ് അടുത്തു ചെന്ന്, എന്നാൽ അവൻ തന്റെ ഗ്രീഷ്മഗൃഹത്തിൽ തനിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാനുണ്ട് എന്ന് ഏഹൂദ് പറഞ്ഞു. ഉടനെ അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നാറെ ഏഹൂദ് ഇടങ്കയെ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരിക ഊരി അവന്റെ വയറ്റിൽ കുത്തിക്കളത്തി. അലകോടുകൂടെ പിടിയും അകത്തു ചെന്നു. അവന്റെ വയറ്റിൽ നിന്ന് ചുരിക അവൻ വലിച്ചെടുക്കായകയാൽ മേധസ് അലകിന്മേൽ പൊതിഞ്ഞിടഞ്ഞു. അത് പൃഷ്ഠഭാഗത്ത് പുറപ്പെട്ടു. പിന്നെ ഏഹൂദ് പൂമുഖത്ത് ഇറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി. അവൻ പുറത്തിറങ്ങിപ്പോയ ശേഷം എഗ്ലോന്റെ ഭൃത്യന്മാർ വന്നു. അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗ്രീഷ്മഗൃഹത്തിൽ വിസർജനത്തിന് ഇരിക്കുകയായിരിക്കും എന്നവർ പറഞ്ഞു. അവർ കാത്തിരുന്ന് വിഷമിച്ചു. അവൻ മുറിയുടെ വാതിൽ തുറക്കായിക്കൊണ്ട് അവർ താക്കോൽ എടുത്തു തുറന്നു. തമ്പുരാൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്നാൽ അവർ കാത്തിരുന്നതിനിടയിൽ ഏഹൂദ് ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് സെയീരിൽ ചെന്നു ചേർന്നു. അവിടെ എത്തിയ ശേഷം അവൻ എഫ്രയീം പർവ്വതത്തിൽ കാഹളമൂതി. ഇസ്രായേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്നിറങ്ങി. അവൻ അവർക്ക് നായകനായി. അവൻ അവരോട്, എന്റെ പിന്നാലെ വരുവിൻ, ശത്രുക്കളായ മോവാബരെ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്നു. മോവാബിനു നേരെയുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു. ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല. അവർ ആ സമയം മോവാബിരിൽ ഏകദേശം 10,000 പേരെ വെട്ടിക്കളഞ്ഞു. അവർ എല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരുമായിരുന്നു. ഒരുത്തനും ഓടിപ്പോയില്ല. അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി. ദേശത്തിന്
80 സംവത്സരം സ്വസ്ഥതയുണ്ടാകുകയും ചെയ്തു. അവന്റെ ശേഷം അനാത്തിന്റെ മകനായ ശങ്കർ എഴുന്നേറ്റു. അവനൊരു മുടിങ്കോൽ കൊണ്ട് ഫിലിസ്തീനിൽ 600 പേരെ കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോറിലുമാണ് കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ഹാരോഷേത്തിൽ പാർത്തിരുന്ന സീസേരയായിരുന്നു. അവന് 900 ഇരുമ്പുരഥമുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു. ആ കാലത്ത് ലപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രയീം പർവ്വതത്തിൽ രാമീക്കും ബേഥലിലും മധ്യേയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അബീനോവാമിന്റെ മകനായ ബാരാക്കിനെ കേദെശ് നഫ്താലിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലിന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീന്റെ സേനാപതി സീസരെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബാരാക്ക് അവളോട്, നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ലെങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസരെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദെബോര എഴുന്നേറ്റ് ബാരാക്കിനോടുകൂടെ കേദേശിലേക്ക് പോയി. ബാരാക്ക് സെബൂലൂനെയും നഫ്താലിയെയും കേദേശിൽ വിളിച്ചുകൂട്ടി. അവനോടുകൂടെ 10,000 പേർ കയറി ചെന്നു. ദെബോരയും കൂടെ കയറി ചെന്നു. എന്നാൽ കേന്യനായ ഹേബർ മോശയുടെ അളിയൻ ഹോബാബിന്റെ മക്കളായ കേന്യരെ വിട്ടുപിരിഞ്ഞ് കേദേശിനരികെയുള്ള സാനനീമിലെ കരുവേലകം വരെ കൂടാരമടിച്ചിരുന്നു. അബിനോവാബിന്റെ മകനായ ബാരാക്ക് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നുവെന്ന് സീസരയ്ക്ക് അറിവ് കിട്ടി. സീസര തന്റെ 900 ഇരുമ്പുരഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹരോഷത്തിൽ നിന്ന് കീശോൻ തോട്ടിനരികെ വിളിച്ചുകൂട്ടി. അപ്പോൾ ദെബോര ബാരാക്കിനോട്, പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. യഹോവ സീസരയെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന്റെ മുമ്പിൽ വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. സീസര രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹരോഷേത്ത് വരെ ഓടിച്ച് സീസരയുടെ സൈന്യമൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ വീണു. ഒരുത്തനും ശേഷിച്ചില്ല. എന്നാൽ സീസര കാൽനടയായി കേന്യനായ ഹേബറിന്റെ ഭാര്യ യായേലിന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. കേന്യനായ ഹേബറിന്റെ ഗൃഹവും ഹാസോർ രാജാവായ യാബീനും തമ്മിൽ സമാധാനമായിരുന്നു. യായേൽ സീസരയെ എതിരേറ്റു ചെന്ന് അവനോട്, ഇങ്ങോട്ട് കയറിക്കൊള്ളുക, യജമാനനെ ഇങ്ങോട്ട് കയറിക്കൊള്ളുക, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിൽ കയറി ചെന്നു. അവൾ അവനെ ഒരു പരവതാനി കൊണ്ട് മൂടി. അവൻ അവളോട്, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറെ വെള്ളം തരയണമേ എന്ന് പറഞ്ഞു. അവൾ പാൽ തുറന്ന് അവന് കുടിപ്പാൻ കൊടുത്തു. പിന്നെയും അവനെ മൂടി. അവൻ അവളോട്, നീ കൂടാരവാതിൽക്കൽ നിൽക്ക, വല്ലവനും വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം എന്ന് പറഞ്ഞു. എന്നാൽ ഹോബേരിന്റെ ഭാര്യ യായേൽ കൂടാരത്തിൽ ഒരു കുറ്റിയെടുത്ത് കയ്യിൽ ചുറ്റുകയും പിടിച്ച് പതുക്കെ അവന്റെ അടുക്കൽ ചെന്ന് കുറ്റി അവന്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്ത് ചെന്ന് ഉറച്ചു. അവന് ഗാഢനിദ്രയായിരുന്നു. അവൻ ബോധം കെട്ട് മരിച്ചുപോയി. ബാരാക്ക് സീസരയെ തിരഞ്ഞു ചെല്ലുമ്പോൾ യായേൽ അവനെ എതിരേറ്റ് അവനോട്, വരിക, നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ സീസര ചെന്നിയിൽ കുറ്റിയുമായി മരിച്ചു കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ ദൈവം അന്ന് കനാന്യ രാജാവായ യാബീനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കി. ഇസ്രായേൽ മക്കൾ കനാന്യ രാജാവായ യാബീനെ നിർമൂലമാക്കും വരെ അവരുടെ കൈ കനാന്യ രാജാവായ യാബീന് മേൽക്കുമേൽ ഭാരമായി തീർന്നു.